and spicy. Hot and spicy. Welcome to Hot and Spicy. വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത് ശരിക്കും. പക്ഷെ കുറച്ച് നേരം ഇരിക്കട്ടെ, ഞാൻ മടുത്തു. കുറേ നേരമായിട്ട് ഞാൻ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കാട് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫോറസ്റ്റ് മൊത്തം കാടാട്ടോ. എനിവേസ് അങ്ങനെ ഒരു സ്ഥലത്തൂടെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു. ഞാൻ വിചാരിച്ചു കാട്ടിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് എന്താ പറയുന്നത് ചിലപ്പോൾ കാട്ടാനയെ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ പുലി ഇങ്ങനെ ചാടി വരുന്നു, ഇല്ലെങ്കിൽ കുരങ്ങുകളെ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചാൽ വന്നു. പക്ഷേ ഇത് ആൾതാമസമുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ ശശിയായിപ്പോയി. ഞാൻ കുറേ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും കുറേ ചേച്ചിമാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ ഓട്ടോ പോകുന്നു. ഇതേ ഇവിടെ ഒരു എന്താ വെയിറ്റിംഗ് ഷെഡ് പോലത്തെ സെറ്റപ്പൊക്കെ. ആരെ ഇപ്പോൾ ശരിക്കും ശശിയായത്? ഞാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹോട്ട് ആൻഡ് സ്പൈസിയിലേക്ക്. ഈ സ്ഥലത്തിൻ്റെ പേര് മുളഞ്ഞൂർ എന്നാണ്. ഇത് പാലക്കാട് ജില്ലയിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഫേമസ് ആയിട്ടൊരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ശരിക്കും ജീവിക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷേ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിച്ചാൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആരെങ്കിലും വരുമ്പോൾ ചേച്ചി ഒന്ന് നിൽക്ക് വർത്താനം പറഞ്ഞിട്ട് പോവാം. ഈ സെറ്റപ്പ് ആയിരിക്കും. ഇന്ന് നമ്മൾ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് 4 മണി പലഹാരങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ള അറിയാൻ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് എത്തും. അതിനുശേഷം നമുക്കറിയാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഹോട്ട് ആൻഡ് സ്പൈസി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹോട്ട് ആൻഡ് സ്പൈസിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി 4 മണി പലഹാരം ഉണ്ടാക്കി തരുന്ന വൺ ഓഫ് ദി ചേച്ചി ഇസ് തുഷാര ചേച്ചി. ഈ വൺ ഓഫ് ദി ചേച്ചി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലേക്ക് ഞാൻ കയറി വന്നപ്പം സാധാരണ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഒരാൾ ഓൾ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാൻ വേണ്ടി. പക്ഷേ ഇവിടെ 3 പേരുണ്ടായിരുന്നു. ഈ 3 ചേച്ചിമാർ ഭയങ്കര കൺഫ്യൂഷനാണ്. അതെ, നമ്മൾ 3 പേര് നിന്നോട്ടെ, അല്ലെ വേണ്ട നീ ആദ്യത്തെ ഉണ്ടാക്കി ഞാൻ രണ്ടാമത്തെ ഉണ്ടാക്കാം. അപ്പോൾ മൂന്നാമത്തെ ചേച്ചി പറയും അയ്യോ എനിക്ക് അതറിയില്ല, ഞാൻ ആദ്യത്തെ ഉണ്ടാക്കിക്കോളാം കൊണ്ട് ഫുൾ ബഹളമാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചാൻസ് തരാം. 3 പലഹാരം ഉണ്ടാക്കിക്കോ, ഓരോരുത്തർ വെച്ച് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ അതോ സിസ്റ്റർ ഇൻ ലോസ് ആണോ? എൻ്റെ സിസ്റ്റർ ഇൻ ലോസ് ആണ് അവർ രണ്ടുപേരും. ആണോ? അപ്പോൾ ഈ സാധാരണ സീരിയലൊക്കെ കാണുന്ന പോലെ നിങ്ങൾ എപ്പോഴും അടിപിടി ചവിട്ടത്തൊഴി അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാക്കിക്കോളൂ, ഞാനല്ലേ വന്നിരിക്കുന്നത്, സെറ്റാക്കി തരാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഇറ്റ് വാസ് വെരി നൈസ് ടു സീ. അപ്പോൾ ഞാൻ ഒരു ടോസ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ആരെന്തുണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാമെന്നും പറഞ്ഞു. ഇപ്പോൾ ടോസിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് തുഷാര ചേച്ചിയാണ്. സോ തുഷാര ചേച്ചിയാണ് ആദ്യത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പേര്? പൊരിയപ്പം. പൊരിയപ്പം. എന്താണ് ഈ പൊരിയപ്പം എന്ന് പറയുന്നത്? അപ്പം പോലെ ഇരിക്കുന്നതാണോ? അപ്പം പോലെ ആയിരിക്കും. അതിലെടുക്കുന്നത് അവിലും മലരുമാണ്. ഓക്കെ. അപ്പോൾ ഈ അപ്പം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സാധാരണ നമ്മുടെ അപ്പമാണ്, ഈ തിക്കപ്പമാണ്, എങ്ങനെയായിരിക്കും സംഭവം? തിക്കപ്പം തന്നെയാണ്, ഡീപ് ഫ്രൈ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ആണ്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മലരുണ്ട്, അവലുണ്ട്. അതല്ല വേറെ എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? ശർക്കര, ഓക്കെ, ഏലക്കായ്, നാളികേരം, നെയ്യ്, ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ബാറ്ററും ഓയിലും. എന്ത് ബാറ്ററിലാണ് യൂസ്? പച്ചരി അരച്ചെടുക്കുന്നതാണോ? അത്രേ ഉള്ളൂ. പിന്നെ മലരും അവലാണോ പൊടിച്ച് വെച്ചേക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ. അതിന് പ്രൊപ്പോർഷൻ പറയാം എങ്ങനെയാണ്? എല്ലാം രണ്ടും എത്രയും നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ഒരു ബൗൾ കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ബൗൾ മലരാണെങ്കിൽ ഒരു ബൗൾ തന്നെ അവലും എടുക്കണം. ആൻഡ് വേറെ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് വെക്കുക? ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര എങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ചെയ്ത് ലിക്വിഡ് ഫോം. ലിക്വിഡ് അല്ല ഒരു ആ കട്ടി ഫോമിൽ നിന്ന് മാറ്റിയിട്ടുള്ളൊരു ഇത്. ഓക്കെ, ശരി. ആദ്യം നമുക്ക് ഈ അവിലും മലരും പൊടിച്ചു വെച്ചതും ശർക്കരപ്പാവും ഏലക്കാപ്പൊടിയും നാളികേരും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കണം. പാനിലിട്ടിട്ട് ചൂടാക്കി. ഈ ശർക്കരയുടെ അളവുണ്ടോ? നമ്മൾ ഇത്ര ഒഴിക്കാവുള്ളൂ എന്നുണ്ടോ? നമ്മൾ സാധാരണ ഈ കപ്പിൽ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ ശർക്കരയും വേണം. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചതാണ്? പണ്ടത്തെ ആൾക്കാരുടെ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ റെസിപ്പിയാണിത്. ഇതോ? കണ്ടോ, അതാണ് പഴയ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ കുറേ നല്ല റെസിപ്പീസ് കിട്ടും. സോ ആദ്യമായിട്ട് കെട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കിട്ടിയത് കഴിക്കാൻ. അതിന് മുമ്പ് കഴിച്ചിട്ടില്ല. കൊള്ളാം. എവിടെയാണ് മദർ ഇൻ ലോ? ഇവിടെ ഒറ്റപ്പാലം? അല്ല, ഒറ്റപ്പാലം പാലക്കാടാണ്. ഓക്കെ.
ഈ ശർക്കര ശരിക്കും ഇതിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം അത് മുങ്ങി മുങ്ങി പോവാണ്. നാളികേരം കുറച്ച് ഓക്കെ, ഇളക്കിക്കോളൂ. ആഹാ, ഇളക്കിക്കോളൂ എന്നൊക്കെയായി. എനിക്ക് പാചകം പഠിക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല. എൻ്റെ അമ്മ ഇത് ഇളക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ. ഏലക്കപ്പൊടിയുടെ അളവ് നോക്കിക്കോണേ. ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും ചെറിയ ക്യാപ്പ്? ഇപ്പൊ ഏലക്ക ഫ്ലേവറിങ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അധികം ഇടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത്യാവശ്യത്തിന് ഇട്ടത്. ഓക്കെ, ഇല്ലേ പറഞ്ഞാൽ അത് ഫുള്ളും ഇടാം. പക്ഷെ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഏലക്കായിൻ്റെ മണമായിരിക്കും വരിക. എല്ലാം സ്പീഡിലാട്ടോ. നമ്മൾ അധികം നേരം വെക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ആണോ? അതോ സ്പീഡിൽ കഴിഞ്ഞ് തീർക്കാൻ നോക്കുകയാണ്? ഇല്ല, അങ്ങനെയല്ല. അതിന്റെ പ്രൊസീജിയർ അങ്ങനെ കറക്റ്റ് ആയാലേ. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ അടിയിലും പിടിക്കുമായിരിക്കും. ഈ ഗീ ഒക്കെ ഒരു സ്പൂൺ ഇട്ടാ മതിയോ? ഗീ കുറച്ചുകൂടി ഇട്ടാ എന്താ പറ്റാ? പിന്നെന്തിനാ പിശുക്ക് കാണിക്കുന്നേ? ഇവിടുത്തെ പശു പറഞ്ഞോ ഇനി ഗീ തരില്ലാന്ന്? ഇത് ഒരുപാട് സമയം നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഹാർഡാവും. അപ്പൊ കഴിക്കുന്ന സമയത്ത് ചക്കര പോലെയാവും വീണ്ടും. പിന്നെ അപ്പം എന്ന് പകരം നമുക്ക് ബോണ്ട എന്ന് വിളിക്കാം ഈ സാധനത്തിന്. ഇതിന് എന്തപ്പം എന്നാ പറഞ്ഞ? പൊരിയപ്പം. പൊരിയപ്പം. ഓക്കെ, നൈസ്. ഇത് ആയോ? ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, കൂൾ. ഇത് നമ്മൾ ഇനി എന്തെങ്കിലും ഷേപ്പിലോ എന്തെങ്കിലോ എന്ത് ഷേപ്പായിരിക്കും ആവാ? റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം സെന്ററിൽ ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ സാധാരണ വടയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഷേപ്പിലായി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓയിലിൽ ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിൽ ഇട്ടെടുക്കും. സോ അതിന് വേണ്ടിയാണ് ഈ ബാറ്റർ. ഇത് അരിയല്ല, എന്തരി? പച്ചരി. ഓക്കെ, പച്ചരിയാണ് ബാറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫോമിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒരു ചെറിയ ഷേപ്പ്, അതായത് റൗണ്ടിലാക്കിയിട്ട് നടക്കുന്ന ജസ്റ്റ് ഒന്ന് ചപ്പിച്ചതിന് ശേഷം ആ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് പൊരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ കാര്യത്തിനാണ് ഇത്രയും ടെൻഷൻ എടുത്ത് ആര് ചെയ്യും എന്ന് വെച്ചിട്ട് തള്ളി 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 അവസാനം ആ ലോട്ട് തുഷാര ചേച്ചിക്ക് വീടുന്നു. എൻ്റെ തുഷാര ചേച്ചി ഇത് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യുമായിരുന്നല്ലോ. വേണ്ട, ഞാൻ വെറുതെ തമാശിക്കാറല്ലേ എൻ്റെ അമ്മേ. എനിക്കിതിൻ്റെ സ്മെല്ലടിച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ പച്ചക്ക് കഴിക്കാൻ പറ്റില്ല. ഓ, വെറുതെ ഒരു പറ്റിക്കലായിരിക്കുമോ? നല്ല ടേസ്റ്റാ. ഇതിന് പൊരിക്കണോ? വെറുതെ അതിനെ കൊളാക്കണോ? ഇതിങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതും കൂടി നോക്കി നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റ്. എനിക്കൊന്ന് കുറച്ചുകൂടെ ശർക്കരയും കുറച്ചുകൂടെ നെയ്യും കൂടി ഒക്കെ ആണെങ്കിൽ പൊള്ളി സാധനമായിരിക്കും. പക്ഷെ നല്ല ചൂടാട്ടോ. ചൂടാറുന്ന മുന്നേ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ പച്ചരിയുടെ ഈ ബാറ്റർ എങ്ങനെ നമ്മൾ ഉണ്ടാക്കണേ? ജസ്റ്റ് പച്ചരി ഒരു 2 hours ആണെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അത് അതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തതിന് ശേഷം പൊടിയുപ്പ് ഇട്ടിട്ടാൽ മതി ആവശ്യത്തിനുള്ള. നല്ല ലൂസായിട്ട് വേണം മാവ് ഇതുണ്ടോ? ഭയങ്കര ലൂസാ. ഹായ്, കൊള്ളാലോ. അപ്പം എന്തായാലും നമ്മുടെ തുഷാര ചേച്ചിയുടെ സ്പെഷ്യൽ പൊരി അപ്പം അല്ലേ? അതെ. അയ്യോ, ഇത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് കരച്ചിൽ വരിക, എന്താണെന്ന് അറിഞ്ഞൂടോ. സൂപ്പർ സാധനം. ചേച്ചി പറഞ്ഞ പോലെ ഇന്നർ ഭാഗം ഞാൻ നേരത്തെ കഴിച്ച ആ ഒരു ഇതിനെന്താ പറയുക, മിക്സറെന്നോ അല്ലല്ലോ എന്താ പറയുക ഇതിന്, എനിക്ക് പേരൊന്നും അറിയില്ല. എനിവേസ് മറ്റേ മലരും മലര് ശർക്കര ഗീയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ചേച്ചി ആദ്യം ഉണ്ടാക്കി വെച്ചത്. അതാണ് പിന്നെ ബാറ്ററിലിട്ട് മുക്കി ഫ്രൈ ചെയ്തത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് എങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓവർലോഡഡ് സ്വീറ്റേ അല്ല. ഇങ്ങനെ ചില നമ്മൾ കുറേ കഴിക്കുമ്പോഴത്തേക്കും സ്വീറ്റ് ആയിട്ട് വലിയ ലൈക്ക് ഓക്കെ മതി വേണ്ട ഇനി വേണ്ട പറഞ്ഞിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. തുഷാര ചേച്ചി പൊളിച്ചു. താങ്ക് യു. ഇനിയിപ്പോൾ ബാക്കി 2 ചേച്ചിമാർ എന്തായിരിക്കും ഉണ്ടാക്കുക? ഇതിലും കിടില സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ ഉണ്ടാവണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ നമ്മളൊരു ചെറിയ ബ്രേക്കിന് പോവാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുമ്പോൾ തുഷാര ചേച്ചി എല്ലാവർക്കും തുഷാര ചേച്ചിയുടെ സിസ്റ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി. അങ്ങനെ തുഷാര ചേച്ചി നമുക്ക് വേണ്ടി നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നു. എന്നിട്ട് തുഷാര ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോനെ അടുത്ത ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചേച്ചിയുടെ പേരാണ് ശ്രീദേവി ചേച്ചി. എന്റെ മോനെ മൊത്തിരുന്ന് വിറയ്ക്കാണോ? അല്ല, എന്നെ കണ്ട ഭയങ്കര പേടി തോന്നിക്കോ? പാവല്ലേ, ഞാൻ കടിക്കില്ല സത്യമായിട്ടും. അപ്പൊ എന്താണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ലെമൺ ബോണ്ട. ലെമൺ ബോണ്ടയോ?
അതെന്താണ് സാധനം ലെമൺ ബോണ്ടാന്ന് പറയുമ്പോൾ? ബോണ്ടയിൽ ലൈം ജ്യൂസ് മിക്സ് ചെയ്തിട്ട് സാധാരണ ബാറ്ററിൽ മുക്കിയിടുന്ന സംഭവമാണ്. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാമോ? കടുക്, ഉഴുന്നുപരിപ്പ്, സവാള, ഇഞ്ചി, പച്ചമുളക്, പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചത്, ഓക്കെ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ലൈം ജ്യൂസ്, മല്ലിയില, കറിവേപ്പില, ഓക്കെ, പൊടി പൊടിയായിരുന്നത്. അത് മുക്കിയിടുന്ന ബാറ്ററാണ്. അതെന്ത് ബാറ്ററാണ് നമ്മൾ എടുക്കുന്നത്? കടലമാവും അരിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാറ്റർ. കടലമാവ്, അരിപ്പൊടി, കായപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പും. അതിനപ്പം ഒരു അളവുണ്ടാവില്ല എടുക്കാൻ? കടലമാവ് 1 കപ്പാണെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇടാം. ഓക്കെ. പിന്നെ ബാക്കി 2 ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതോ? മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ കായപ്പൊടി. അത് ആ കായപ്പൊടി എത്ര? അതൊക്കെ ഒരു മണത്തിന്. ശരി. അപ്പം ബാറ്റർ റെഡിയാക്കി നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുക. അതുപോലെ തന്നെ പൊട്ടാറ്റോ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പൊട്ടാറ്റോ നമ്മൾ അത് വേവിച്ചിട്ട് അത് അവിടെ വെച്ചേക്കുക. എത്ര പൊട്ടാറ്റോ നമ്മൾ എടുക്കുന്നത്? 6 പൊട്ടാറ്റോ. ഇത് നമ്മൾ എന്ത് ഇതാക്കി എടുക്കാനാ? ഇതെല്ലാം സോട്ട് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാൻ സൺഫ്ലവർ. നമ്മൾ സാധാരണ ബോണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ലൈം ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയന്റ് ആണ്. അത് എപ്പോഴും ലാസ്റ്റ് ആയിട്ടായിരിക്കും, അതായത് ബാറ്ററിൽ മുക്കുന്നതിന് മുമ്പ്, തൊട്ട് മുന്നേ. ഓക്കെ, ശരി. കടുക്, ഉഴുന്നുപരിപ്പ് നല്ല പൊട്ടിയതിനു ശേഷം സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇതൊരു 2 സവാളയുടെ ഉണ്ട്. വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ 3 എണ്ണം ഇടാം. ഇത് കംപ്ലീറ്റ് ആയിടാം. പച്ചമുളക്. ഓക്കെ. അതെന്നേരം ആഡ് ചെയ്യണ്ടേ? അതൊരു 2 ടേബിൾ സ്പൂൺ പൊടി പൊടിയായി എരിയണം. 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഇനി എന്നാ ഇടണ്ടേ? ഇനി കറിവേപ്പില, മല്ലിയില. ഓക്കെ. മഞ്ഞപ്പൊടി ഇടാം. ഓക്കെ. ഇനി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിടാം. ഓക്കെ. ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം ലൈം ജ്യൂസ് ഓഫ് ചെയ്തിട്ട് ലൈം ജ്യൂസ് ഇതിലേക്കാണ് നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഒരു നാരങ്ങയുടെ നീരുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കും അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബോണ്ട എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 2 റെസിപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. ഒന്ന് ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ ലെമൺ ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. ഇനി ഇത് തണുത്തതിന് ശേഷം കൈയിട്ട് നമുക്ക് അപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം പറയാൻ മറന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യും വേവിക്കാൻ വെച്ചല്ലോ, അതില് മഞ്ഞപ്പൊടി ഇത്തിരി ഇടണം പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാൽ മതി. അതാണ് വീണ്ടും ആഡ് ചെയ്യാതിരുന്നത്. ഇത് നല്ല തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ചീനച്ചട്ടി എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോഴേക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ശരി. അപ്പൊ ചേച്ചി, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബാറ്റിൽ എന്തൊക്കെ ആഡ് ചെയ്തേക്കുന്നതെന്ന് പറയാം. അരിപ്പൊടി ഉണ്ട്, കടലമാവ് 1 കപ്പ് കടലമാവ്, ഒരു 1/4 കപ്പ് അരിപ്പൊടി, ഓക്കെ, മുളക് പൊടി 1 വലിയ ടേബിൾ സ്പൂൺ, കുറച്ച് കായപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രേ ഉള്ളൂ. അതിന് ഇത് ഇത്രയും തിക്കായിട്ട് തന്നെയാണോ ഇരിക്കേണ്ടത്? ഇത്ര തിക്ക് വേണം, കാരണം ആ മാവിന്റെ ഉറമാവ് ഇത് വേണം, ഒരു കുറച്ച് കട്ടി വേണം. ഓക്കെ, ശരി. അപ്പൊ ഇത് ചൂടാകുന്നതിനോർക്ക് നമുക്കിത് ഉരുട്ടി വെക്കാം. ഓക്കെ. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ഇത് അതിൽ ബാറ്ററിൽ മുക്കി ഇടാം. അങ്ങനെ 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു പലഹാരം നമ്മുടെ ശ്രീദേവി ചേച്ചി നമുക്ക് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുകയാണ്. ഞാൻ തൽക്കാലം ഇപ്പം ടേസ്റ്റ് ചെയ്യുന്നില്ല. ഒരു പലഹാരം കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ വന്നതിന് ശേഷം, കാരണം ഇത് കുറച്ച് ചൂടും കൂടെ ആണല്ലോ, അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് നമുക്ക് തുഷാര ചേച്ചിയെ കൊണ്ട് ആദ്യം കഴിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അടുത്ത ആരെയും വരാൻ പോകുന്നത്? അടുത്തത് ഐശ്വര്യ. ഇവരൊക്കെ സിസ്റ്റർ ഇൻ ലോസ് ആണ് കേട്ടോ. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. അടുത്തത് ഇനി കുക്ക് ചെയ്യാൻ എത്തുന്നത് ഐശ്വര്യ ചേച്ചിയാണ്. അപ്പോൾ ശ്രീദേവി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇപ്പം നമ്മൾ വീണ്ടും ഒരു ബ്രേക്കിന് പോവാണ്. ഈ ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്തയാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി ഡിയർ വ്യൂവേഴ്സ്. അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത ആളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് തുഷാര ചേച്ചിയുടെ അടുത്ത സിസ്റ്റർ ഇൻ ലോ, ഐശ്വര്യ എന്നാണ് പേര്. ഐശ്വര്യ ചേച്ചി എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു ലുക്കും
ഈ ഒരു സ്ലിം ബോഡിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഐഷു എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. അപ്പം ഞാൻ ഐഷു എന്നായിരിക്കും വിളിക്കുന്നത്. കേട്ടല്ലോ. അതിനി പറഞ്ഞ് അവർ രണ്ടും വഴക്കടിക്കാൻ വരികയാണെങ്കിൽ ഇതിന് ഉത്തരവാദി ഞാനന്ന് പറയണം. എൻ്റെ പേര് കറക്റ്റായിട്ട് പറയണം. കേട്ടല്ലോ. എന്താ സന്തോഷം. ഓക്കെ. സോ ഐഷു എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി അടുത്ത പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്കൊഴുക്കട്ടയാണ്. കാരക്കൊഴുക്കട്ട. അതായത് ഈ പാലക്കാടും ട്രിവാൻഡ്രം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ കാരക്കൊഴുക്കട്ട വരുന്നത്. അല്ല, കൊഴുക്കട്ട എന്നുള്ള കൊഴുക്കട്ട എപ്പോഴും അതിന്റെ ഉള്ളിൽ ഫില്ലിങ്സ് സ്വീറ്റ് ആയിരിക്കുമല്ലോ. ഇത് വന്നിട്ട് കുറച്ച് കാരമായിട്ടുള്ള എരിവായിട്ട് ചേർന്നിട്ട് എങ്ങനെ വരും? ഓക്കെ. സോ കാരക്കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കൊഴുക്കട്ടയിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ പോരെ? ഇല്ല, പറ്റില്ല. ഓക്കെ, ശരി. അപ്പം അതിന്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളതും ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളതും പറയണം. കടുക്, ഉഴുന്നുപരിപ്പ്, ചെറിയുള്ളി, ഓക്കെ, കറിവേപ്പില, മല്ലിയില, തേങ്ങ, ഇത് ബാറ്റർ. ഈ ബാറ്റർ നമ്മൾ എന്തൊക്കെയാണ്? ബാറ്ററിൽ പൊന്നിയരി, 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. പൊന്നിയരി പകുതി അരവാകുമ്പോൾ അതിൽ 1 സ്പൂൺ പുളി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കായപ്പൊടി. ഇത്ര സംഭവങ്ങളാണ് ഇടുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കൊഴുക്കട്ടയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പൊന്നിയരിയാണ്. സോ പൊന്നിയരി കുതിർത്തിട്ടാണല്ലോ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത്. ഒരു 4 to 5 hours കുതിരാൻ അതുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് മറ്റേ സാധാരണ ബാറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് ആഡ് ചെയ്യുന്നില്ല നമ്മളിതിൽ. ഉപ്പുണ്ട്, പിന്നെ കായ്പ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സാധനം കൂടി പുളി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നേരത്തെ 2 വന്നിട്ട് ഫ്രൈയിങ് ആണ് ചെയ്തത്, ഡീപ് ഫ്രൈയിങ്. ഇത് നേരെ തിരിച്ച് സ്റ്റീമിങ് ആണ്. അത് മനഃപൂർവ്വം ചെയ്താ, ഞാനിത് കണ്ടുപിടിച്ചോണ്ട് എനിക്ക് ഉറപ്പാണ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഇതിൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണ എന്തായിരിക്കും? വെളിച്ചെണ്ണ. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കടുകിടും. ഉഴുന്നുപരിപ്പ്, അടുത്തത് ചെറിയുള്ളി ഒരു 1/4 കിലോ വേണ്ടി വരും. ചെറിയുള്ളി വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇടാൻ പാടുള്ളൂ. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം, ഇവരുടെ കൂടെ വന്നിട്ടാണ് ഞാൻ നാളികേരം എന്നുള്ള പഠിച്ചില്ല, ഞാൻ പറയുന്നത് തേങ്ങ എന്നാ. ഇതിപ്പോ എന്തേരം ഉണ്ടാവും? നാളികേരം ഒരു 1/4 മുറി ഇല്ല, 1/4 മുറിയെക്കാട്ടിലും കുറച്ച് കുറവുണ്ടാവും. ബാറ്ററി ഇങ്ങനെ തന്നെ ഒഴിക്കുക ചെയ്യണേ. ഓക്കെ. ഈ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പൊന്നിരിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ പൊന്നിരി ഒരു 4 hours നമ്മളിത് സോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ പൊന്നിരിയുടെ ഒപ്പം തന്നെയാണ് നമ്മൾ പുളി ഇടുന്നത്. കുറച്ച് പുളി ഇടാവുള്ളൂ. പിന്നെ നമ്മൾ കായപ്പൊടി ഇടും, പിന്നെ ഉപ്പിടും, പിന്നെ മുളക് പൊടി ഇടും. ഈ 5 സാധനങ്ങൾ മാത്രം ഇട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത്. ഈ ബാറ്ററാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതിലെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ആസ് ഓൾവേസ് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പരിപ്പല്ല നമ്മളിട്ടത് ഉഴുന്നിട്ടു. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്തു, പിന്നെ മല്ലിയില, കറിവേപ്പില, തേങ്ങ, ഇത്ര സാധനങ്ങൾ. സോ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഐഷു ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചില്ലിലാണ് വെക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യും, അത് പിടിക്കാതിരിക്കാൻ വേണ്ടി, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. ആൻഡ് സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സും ചെയ്യുന്നത്. ഷേപ്പ് അറിയാവോ? ഏത് ഷേപ്പാണ്? ഞാൻ ചെയ്യാം. നമ്മൾ ഇതിവിടെ ഈ ഒരു ഷേപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുക. അതായത് ആവി കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഓൾറെഡി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാണോ ഷേപ്പ്? ഇതിനെന്താ പറയുക? ഇതാണ് നോർമൽ ട്രഡീഷണൽ ഷേപ്പ്. ആവി കയറ്റാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 30 minutesോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കി ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ 30 minutes ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ ഗൈസ്, ഇതാണ് ഒറ്റപ്പാലത്തുള്ള വൈഷ്ണവം എന്ന വീട്ടിലെ കുടുംബം. ഇതാണ് നമ്മുടെ താരം. ഇവരാണെങ്കിൽ വന്നപ്പോൾ മുതൽ 1 സെറ്റാണ്. നമ്മൾ ഫ്രീക്ക് കളി എന്നൊക്കെ പറയത്തില്ല, എന്ന് പറയുന്നില്ല മച്ചാ, ഓൾ സെറ്റ് അതാണ്. ഓക്കെ. അപ്പോൾ തുഷാര ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോസും കൂടെ നമുക്ക് വേണ്ടി ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കി ഒരുമാതിരി കോമ്പറ്റീഷനിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ചേച്ചി ഉണ്ടാക്കി ഈ സാധനം ഞാൻ കഴിച്ചു. പക്ഷേ ചേച്ചിയുടെ റെസിപ്പിയാണ് ബാക്കി 2 സിസ്റ്റർ ഇൻ ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് ലെമൺ ബോണ്ട് അല്ലേ? 3 പേരും ഉണ്ടാക്കിയ 4 മണി പലഹാരങ്ങൾ അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങളിതെല്ലാം ഫാമിലി മൊത്തമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇത് അച്ഛൻ, അമ്മ അല്ലേ?
നിങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ ഇതുപോലൊരു ചേച്ചിയെ കിട്ടിയല്ലോ. കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ഫാമിലി ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാണ്. നിങ്ങളിതൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്കും ഒരുപാട് സന്തോഷം തരുന്നു എന്നെ ഇവിടെ എന്താ പറഞ്ഞത് സ്വീകരിച്ചതിനും ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതിനും. ഓക്കെ ശരി. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അളിയാ ബൈ പറ. ബൈ.